അശോക് സാർ നമസ്കാരം. നമസ്കാരം. ബീഹാറിൻ്റെ രാഷ്ട്രീയ ഭൂമിയിലേക്ക് പുതിയൊരു രാഷ്ട്രീയ പാർട്ടി കൂടി ഉദയം ചെയ്തിരിക്കുകയാണ്. ജൻ സൂരജ് എന്നാണ് അതിൻ്റെ പേര്. തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിട്ടുള്ള പ്രശാന്ത് കിഷോറാണ് ഇപ്പോൾ ഈ ഒരു പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത്. അപ്പം ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞന് നല്ലൊരു രാഷ്ട്രീയക്കാരനായി തീരാൻ സാധിക്കുമോ എന്നൊരു സുപ്രധാനമായൊരു ചോദ്യം നമുക്ക് മുമ്പിൽ ഉയർന്നു വരികയാണ്. നമുക്കറിയാം, കഴിഞ്ഞ നിരവധി കാലങ്ങളായി പല രാഷ്ട്രീയ പാർട്ടികൾക്ക് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സുപ്രധാനമായ തന്ത്രങ്ങൾ മെനഞ്ഞിട്ടുള്ള ഒരാളാണ് ഈ പ്രശാന്ത് കിഷോർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ പാർട്ടിയുമായിട്ട് ബീഹാറിൻ്റെ രാഷ്ട്രീയ ഭൂമികയിലേക്ക് വരുമ്പോൾ സാർ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? വാർത്ത കണ്ടപ്പോൾ എനിക്ക് ആദ്യം ചിരിയാണ് വന്നത്. കാരണം മുൻപ് ഒരവസരത്തിൽ ABCD വിഷയം അഹമ്മദ് മാഷുമായിട്ട് സംസാരിച്ചിരുന്നു. അന്ന് ചോദിച്ചിരുന്നത് ഇദ്ദേഹം പാർട്ടി ലോഞ്ച് ചെയ്യുമോ എന്നുള്ളതാണ്. ലോഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാനും അന്ന് സമ്മതിച്ചിരുന്ന ഒരു കാര്യമാണ്. ചിരി വരാനിടയാക്കിയ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വാർത്ത കണ്ടപ്പോൾ ആദ്യം എനിക്കൊരു പഴയ സിനിമയിലെ സീനാണ് ഓർമ്മ വന്നത്. കല്യാണരാമൻ എന്ന് പറഞ്ഞ സിനിമയിൽ ലാലു അലക്സും ദിലീപും മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന രംഗത്തേക്ക് ഇന്നസെന്റ് ഒരു ഗ്ലാസ് നീട്ടിക്കൊണ്ട് വരുന്നു. ആ ഗ്ലാസ് എന്തിനാണെന്ന് ലാലു അലക്സ് ചോദിക്കുമ്പോൾ പറയുന്നത്, ഇത് വേസ്റ്റ് ഗ്ലാസ് ആണ്, നിങ്ങളുടെ വേസ്റ്റ് ഇതിലേക്ക് ഒഴിക്കുക. അപ്പം ആ ഒരു കാര്യമാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഇപ്പം ധാരാളം വേസ്റ്റ് ഗ്ലാസുകൾ നീട്ടിക്കൊണ്ട് നിൽക്കുന്ന ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട്. കേരളത്തിൽ ഒരാളുണ്ടായി വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വേസ്റ്റ് ഗ്ലാസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളുടെ നിന്നും വിട്ടുപോകുന്ന അല്ലെങ്കിൽ അവരെ എതിർക്കാൻ ശക്തിയുള്ള കക്ഷികൾ, അത് പ്രമുഖ രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ വേസ്റ്റാണ്. ആ വേസ്റ്റ് ഇടാൻ കൃത്യമായ പ്രതിപക്ഷത്ത് പോകാതെ അത് ഒഴിച്ചു വെക്കാൻ ഒരു ഗ്ലാസ് വേണം. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ഒരു പാർട്ടിയാണ് ജനസൂരജ് എന്ന പാർട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത്. ജനസൂരജ് എന്ന് പറഞ്ഞാൽ അർത്ഥം വരുമ്പോൾ ജനസൂര്യൻ, ജനകീയ സൂര്യൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ ഇന്ത്യൻ രാഷ്ട്രീയം അല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയുന്നത് അതീവ സങ്കീർണമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് ആയാലും BJP ആയാലും സോഷ്യലിസ്റ്റുകളായാലും, അവർ വർക്ക് ചെയ്ത് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി അനാലിസിസുകൾ നടത്തി നിങ്ങൾക്ക് വേണമെങ്കിൽ അവർക്ക് ടിപ്സ് കൊടുക്കാം. ആ ടിപ്പുകൾ അനുസരിച്ചിട്ട് രാഷ്ട്രീയക്കാരനാണ് തീരുമാനിക്കുന്നത് സ്ട്രാറ്റജി എടുക്കണം എന്നുള്ളത്. നല്ല ഒരു അനലിസ്റ്റ് ആണെന്ന് വെച്ച് ഈ വ്യക്തിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ലോഞ്ച് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മുടെ സമയപരിമിതി മൂലം അത് തൽക്കാലം അതിലേക്ക് കടക്കുന്നില്ല. പ്രത്യേകിച്ച് ബീഹാറിൻ്റെ ഒരു പരിതസ്ഥിതിയിൽ അവിടെ ജാതി സമവാക്യം വളരെ ശക്തമാണ്. കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി സാന്നിധ്യം തെളിയിക്കാനിരിക്കുകയാണ്. പിന്നെ ആ ഒരു സന്ദർഭത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി, ജനസൂരജ് എന്ന് പറയുന്ന ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി, ഇദ്ദേഹത്തിൻ്റെ ഡെക്കറേഷനുണ്ട്. പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന അനലിസ്റ്റിൻ്റെ ഡെക്കറേഷനോടുകൂടി ഒരു പാർട്ടി ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രോക്സി പാർട്ടി എന്ന് മാത്രമേ ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ. അത് ആരാണ്, ആരുടെ കരുവാണ് എന്നുള്ളത് നമുക്ക് പിന്നീട് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. എങ്കിൽപ്പോലും അതിൻ്റെ അകത്ത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, BJPയുടെ കരുവാകാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട്. കാരണം BJPയും സംഘവും തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് പ്രതീക്ഷിച്ചത്ര സീറ്റ് കിട്ടാതെ പോയതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് സംഘവുമായിട്ടുള്ള ഇടർച്ചയാണ്. ആ ഇടർച്ചയെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വേസ്റ്റ് ഗ്ലാസ് വേണം. ഇതുപോലുള്ള പ്രശാന്ത് കിഷോറിനെ പോലുള്ള ഒരു അനലിസ്റ്റിൻ്റെ
സാന്നിധ്യം. അതായത് കാരണം ഇപ്പം ഇനിയിപ്പം ഫോക്കസ് ഒരുപാട് മാധ്യമ ഫോക്കസുകൾ പ്രശാന്ത് കിഷോറിലേക്ക് നീങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ആത്യന്തിക ഫലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിക്ക് അവിടെയുള്ള ബേസിക് വോട്ടുകൾ, ആ വോട്ടുകളിലേക്ക് അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സാർ, ഇപ്പോൾ ഇതിൽ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ബി ജെ പിക്കെതിരെയും ആർ ജെ ഡിക്കെതിരെയും പോരാടുക എന്നതാണ് ഉദ്ദേശം. അവർക്കെതിരെ ഒരു ബദലായിട്ടൊരു പാർട്ടി വരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ബീഹാറിലെ മദ്യനിരോധനം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കും. അതിൽ നിന്ന് കിട്ടുന്ന പണം വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിക്കുന്നൊക്കെയാണ് വാഗ്ദാനങ്ങൾ ഇപ്പം തന്നെ അദ്ദേഹം നൽകിക്കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ്, ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അവിടെയുള്ള എല്ലാ സീറ്റുകളിലും ഈ പാർട്ടി മത്സരിക്കുന്നുണ്ട്. അത് ഇപ്പം ഏതെങ്കിലും ഒരു പ്രോക്സി പാർട്ടി അത് താൻ ഇന്ന ആളിൻ്റെ പ്രോക്സി ആണെന്ന് പറഞ്ഞുകൊണ്ട് പൊതു രംഗത്തേക്ക് വരുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ ശക്തമായ നേതാക്കന്മാർ നയിച്ചിട്ടുള്ള പാർട്ടികൾ, അതായത് രാഷ്ട്രീയ നേതാക്കന്മാരാണ്, വെറും അനലിസ്റ്റുകളല്ല. രാഷ്ട്രീയ എം വി രാഘവൻ, കെ ആർ ഗൗരി, പിന്നീട് അങ്ങനെയുള്ള ആളുകൾ നയിച്ചിട്ടുള്ള, ഇതിന് അവസാനം വിവിധ കേരള കോൺഗ്രസുകൾ ഉണ്ടായിട്ടുണ്ട്. ആ കോൺഗ്രസുകളിൽ തന്നെ നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ, എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് വിട്ടുപോയല്ലോ, ഇപ്പം ബി ജെ പി ചേർന്നിട്ടുള്ള എം എൽ എ അല്ല, തോറ്റ എം എൽ എ, അദ്ദേഹം വരെ, അവരൊക്കെ വളരെ ശക്തരായ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്ന രാഷ്ട്രീയ നേതാക്കളാണ്. ഇതിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതായത് സി പി എമ്മുമായിട്ട് ഇടറിപ്പിരിഞ്ഞതിന് ശേഷം എം പി രാഘവൻ്റെ ശരിക്കുള്ള പ്രവർത്തന കാലം എന്ന് പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് വരെയായിരുന്നു. കെ കരുണാകരൻ്റെ പിൻബലത്തോടു കൂടി അദ്ദേഹം മന്ത്രിയൊക്കെ ആയി. പിന്നീട് ഇപ്പം CMP എന്ന് പറയുന്നത് CP ജോൺ എന്ന് പറയുന്ന ഒറ്റ പേരിലേക്ക് ചുരുങ്ങി. കെ ആർ ഗൗരിയമ്മയുടെ പാർട്ടി ഇന്നില്ല. BDJS ഉണ്ട്. BDJS എന്ന് പറയുന്നത് ഒരു അവശ്യ നിലയിലുള്ള പാർട്ടിയായിട്ട് തുടരുകയാണ്. പിന്നെ ഒട്ടനവധി കേരള കോൺഗ്രസുകളുണ്ട്. ഇത്തരം പ്രോക്സി പാർട്ടികളുടെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൊട്ട് ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ്, അവിടെയാണ് പ്രശാന്ത് ഭൂഷൺ ഫോക്കസ് ചെയ്യുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പില് വോട്ടുകൾ ഭിന്നിപ്പിക്കുക അല്ലെങ്കിൽ വോട്ടുകൾ ചിഹ്നിച്ചെതിരിപ്പിക്കുക എന്ന് പറയുന്ന ദൗത്യമാണ് അദ്ദേഹത്തില് ആരോ വെച്ചു കൊടുത്തിരിക്കുന്നത്. അതെ, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ സീറ്റുകളിലും മത്സരിക്കുമെന്ന് പ്രശാന്ത് കിഷോർ പറയുമ്പോൾ അത് ഇന്ത്യ സഖ്യത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളിയാണ്. അതായത് ഇന്ത്യ സഖ്യത്തിന്റെ വോട്ടുകൾ ഇപ്പം മദ്യനിരോധനത്തിന് താത്വികമായിട്ട് കോൺഗ്രസിന് എങ്ങനെ എതിർക്കാൻ പറ്റും? ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും ഒക്കെ കൊണ്ടുവന്ന മദ്യനിരോധനം, അതിനെ എതിർക്കാൻ എങ്ങനെ പറ്റും? അവർക്ക് അത് പിൻവലിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവരുടെ റിയാക്ഷൻസ് ഉണ്ടായിത്തീരും. അപ്പം നല്ലൊരു അനലിസ്റ്റ് വേറെ, നല്ലൊരു പൊളിറ്റീഷ്യൻ വേറെ. അത് ഇന്ത്യയുടെ സിനോറിയയിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പം നമ്മളുടെ സ്വാതന്ത്ര്യ സമര കാലം തൊട്ടെടുക്കുകയാണെങ്കിൽ മഹാത്മാഗാന്ധി ആരാണെന്ന് ചോദിച്ചാൽ നല്ലൊരു പൊളിറ്റീഷ്യൻ ആയിരുന്നു. എന്നാൽ ജവഹർലാൽ നെഹ്റു നല്ലൊരു ഇന്ത്യൻ വൈസ്രോയി ആയിരുന്നു എന്ന് പറയേണ്ടി വരും. അതാണ് അവർ തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പോഴും മഹാത്മാഗാന്ധി ആദരിക്കപ്പെടുകയും ഓർമ്മിക്കപ്പെടുകയും ചെയ്യുന്നു. അതിൻ്റെ മഹാത്മാഗാന്ധിയുടെ മൂല്യങ്ങളെ നരേന്ദ്രമോദി ഇപ്പം ദത്തെടുത്തിട്ടുണ്ട്. സ്വച്ഛ ഭാരതിൻ്റെ 10ാം വാർഷികം കഴിഞ്ഞ ദിവസം അവസാനിച്ചതേ ഉള്ളൂ. നരേന്ദ്രമോദി ഒരു പക്ക രാഷ്ട്രീയക്കാരനായതുകൊണ്ട് സ്വച്ഛ ഭാരത്, മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച പൊളിറ്റിക്കൽ ഘടകം, ആ സ്വച്ഛ ഭാരത് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഇഷ്യൂ അദ്ദേഹം അത് നെഞ്ചേറ്റി സ്വന്തം പദ്ധതി എന്നല്ല, അതൊരു ദേശത്തിന്റെ പദ്ധതിയായിട്ട് അവതരിപ്പിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ഇപ്പോഴും സ്റ്റിൽ, അതായത് 78% സ്വച്ഛ ഭാരത് മിഷന്റെ
എന്താണ് ആ പൂർണ്ണത നേടാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ പത്രക്കുറിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് അദ്ദേഹം എന്ത് എൻവിസേജ് ചെയ്തോ 10 വർഷം കൊണ്ട് അതിന്റെ 78% അപ്പൊ ഇങ്ങനെയുള്ള ഈ പൊളിറ്റിക്സ്, ഇത് പൊളിറ്റിക്സ് ആണ്. ഈ പൊളിറ്റിക്സിനുള്ള കഴിവ് എത്രമാത്രം പ്രശാന്ത് ഭൂഷണുണ്ട് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് മെഡിക്കൽ റെപ്രസെന്റേറ്റീവും ഡോക്ടർമാരും തമ്മിലുള്ള വ്യത്യാസമാണ്. പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന ആള് ഒരു നല്ല മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. പക്ഷേ ഇദ്ദേഹത്തിന് രാഷ്ട്രീയക്കാരെടുത്ത് മരുന്ന് കൊണ്ട് കൊടുത്ത ഇത് ഇന്ന കാര്യങ്ങൾക്കൊക്കെയുള്ള മരുന്നാണെന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ലാതെ ഈ മരുന്ന് വെച്ച് ട്രീറ്റ് ചെയ്യാൻ അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് എൻ്റെ ഒരു ഇതിനെപ്പറ്റിയുള്ള ഒരു നിഗമനം. പിന്നുള്ള കാര്യങ്ങള് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ അകത്ത് ചർച്ച ചെയ്യാനുള്ളതാണ്. സമയപരിമിതി പറഞ്ഞു വരുന്നത് ബീഹാർ ജനങ്ങളുടെ മനസ്സിലേക്ക് ഒരു പുതിയൊരു രാഷ്ട്രീയ പാർട്ടിക്ക് എളുപ്പം കയറി ചെല്ലുക എന്ന് പറയുന്നത് ഒരു ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല. ഇന്ത്യയിലെ ഒരു പ്രദേശത്തും ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടികൾക്കും കയറി ചെല്ലാൻ പറ്റുകയില്ല. അതാണ് അതിൻ്റെ. ഇപ്പൊ നിങ്ങൾ തമിഴ്നാട് നോക്കിക്കോളൂ. DMKയും അണ്ണാ DMKയും അവര്, അതായത് കോൺഗ്രസിനെ കംപ്ലീറ്റ് ആയിട്ട് പിന്തള്ളിക്കൊണ്ട് ഈ 2 DMKകളാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഇപ്പം വിജയ് പാർട്ടിയായിട്ട് വരുന്നുണ്ട്. വിജയ് പാർട്ടിയായിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ കഴിയുക, അല്ലെങ്കിൽ ഒരു വിഭാഗം ജനത്തിനെ സ്വാധീനിക്കാൻ കഴിയും. ആ ഒരു വിഭാഗത്തിന്റെ വോട്ട് അദ്ദേഹം തൻ്റെ പേരിലാക്കി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഏതെങ്കിലും ഒരു കക്ഷിക്ക് നഷ്ടം ഉണ്ടാകുന്നു. ആ ഒരു പൊളിറ്റിക്സ്, അല്ലാതെ ബേസിക് പൊളിറ്റിക്സിലേക്ക് ഇത് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെയും കാലമെടുക്കും. വേറൊരു ഇഷ്യൂ ഉണ്ടായിരുന്നത് ആസാമില് ആൾ ആസാം സ്റ്റുഡൻസ് യൂണിയൻ അവിടെ ഭരണത്തിൽ വരെ വന്ന കക്ഷിയാണ്. ഇന്ന് അതില്ല. ഇതിൻ്റെയൊക്കെ എന്ന് പറയുന്നതൊക്കെ ഇയാമ്പാറ്റകൾ പോലെയുള്ള രാഷ്ട്രീയ പരീക്ഷണങ്ങളാണ്. ഇപ്പൊ ഈവൻ എന്താണ്, ഇപ്പം അണ്ണാ ഹസാരയുടെ പിൻബലത്തോടു കൂടി വന്ന അരവിന്ദ് കെജ്രിവാളിന്റെ അവസ്ഥ എന്താണ്? വള്ളിച്ചെരുപ്പ് ഇട്ട് നടന്നിട്ട് അവസാനം ജയിലിൽ കിടക്കേണ്ടി വന്നു. അണ്ണാ ഹസാരെ അതിനുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട്. അത്യാർത്തി ബാധിച്ചു പോയി. അണ്ണാ ഹസാരെ എന്തുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് വന്നില്ല? അദ്ദേഹത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിനെ പറ്റി, ഇന്ത്യയിലെ ജനങ്ങളെ പറ്റി ബോധമുള്ളത് കൊണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നില്ല. അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ ഒതുങ്ങി. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഇത് കരാർ പണിയാണെങ്കിൽ ആ പണി ചെയ്തിട്ട് അതിന്റെ കാശുമായിട്ട് അദ്ദേഹത്തിന് പോകാം. അതല്ലെങ്കിൽ അറിയാവുന്ന പണി ചെയ്ത് ജീവിച്ച കഞ്ഞി കുടിച്ച് കിടക്കാം. ഇത് മാത്രമേ ഈ പ്രശാന്ത് ഭൂഷന്റെ ജനസൂരജ് പാർട്ടിയെ പറ്റി തൽക്കാലം പറയാനുള്ളൂ. ഓക്കെ, ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി സർ. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.